നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിൽ അജിത് പവാറിന്റെ NCPയെ കൃത്യമായി പ്രഹരമേൽപ്പിക്കാൻ വേണ്ടി ഷിൻഡെയുടെ ബോധപൂർവമായ നീക്കം എന്ന് തന്നെയാണ് BJPയുടെ വിലയിരുത്തൽ. ഷിൻഡെയും അജിത് പവാറും തമ്മിൽ ചേർന്നു പോകാത്ത രീതിയിൽ മുന്നണിയിൽ അസ്വാരസ്യം അതിതീവ്രമായി ഉടലെടുക്കുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഭരണം നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയാണ് ഒരു കരുതൽ എന്ന രീതിയിലേക്ക് NCPയെ കൂടി പിളർത്തിക്കൊണ്ട് അജിത് പവാറിനെ ഒപ്പം കൂട്ടിയത്. എന്നാൽ അത് ഏക്നാഥ് ഷിൻഡെയ്ക്ക് ദഹിച്ചില്ല. ഏക്നാഥ് ഷിൻഡെ തുടക്കം മുതൽ തന്നെ മുറിവുറുപ്പ് കാണിക്കുകയും ചെയ്തു. ഒടുവിൽ ബാരാമതി ലോക്സഭാ സീറ്റുമായി ബന്ധപ്പെട്ട തർക്കവും അതീവ ശക്തമായി ഉയർന്നു വന്നപ്പോഴാണ് എല്ലാവർക്കും അതിൻ്റെ ഗൗരവം എത്രത്തോളം വലുതായിരുന്നു എന്ന് മനസ്സിലായത്. അജിത് പവാറിനെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ വേണ്ടയോ എന്നുവരെ ഒരു ഘട്ടത്തിൽ ആലോചിച്ചിരുന്നു. എന്നാൽ നിലവിലെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉപേക്ഷിച്ചുകൊണ്ട് മത്സരിക്കേണ്ട കാര്യം ഇല്ല എന്നായിരുന്നു അദ്ദേഹത്തിനോട് അനുയായികൾ പറഞ്ഞത്. നിലവിൽ ശരത് പവാർ ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അജിത് പവാറിനെ ജനങ്ങൾ ദൂരെ എറിയും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. യഥാർത്ഥ NCP ജനമനസ്സുകളിൽ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയ ഒരവസരമാണെന്നും നിലവിൽ നിയമ പോരാട്ടം വഴി അദ്ദേഹം നേടിയെടുത്ത സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി പദവിയോ ഒന്നും തന്നെ അദ്ദേഹത്തിനെ സംരക്ഷിക്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. നിരവധിയായ അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തി എന്ന രീതിയിൽ തന്നെയാണ് അന്വേഷണത്തെ ഭയന്നുകൊണ്ട് അദ്ദേഹം NDAയുടെ ഭാഗമായത് എന്ന് കൃത്യമായി കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അജിത് പവാറിനെതിരെയുള്ള നിരവധിയായ അഴിമതി ആരോപണങ്ങൾ അതിശക്തമായി തന്നെ നിലനിൽക്കുന്നുമുണ്ട്. മുംബൈ കോർപ്പറേഷനിലെ ശക്തമായിട്ടുള്ള ചില കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നേരത്തെ തന്നെ ശിവസേന നേതാവായിട്ടുള്ള സഞ്ജയ് റാവത്തിനെ ചോദ്യം ചെയ്യാനും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനും ഒക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തുനിഞ്ഞതാണ്. അന്ന് ശിവസേനയിൽ ഉദ്ധവ് താക്കറെ പറഞ്ഞ ഒരു കാര്യമുണ്ട്: നിങ്ങൾ അധികാരം കയ്യിൽ വെച്ചുകൊണ്ട് എതിരാളികളെ നേരിടുന്ന വഴി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ഇതിന് മറുപടി പറയേണ്ട ഒരു കാലം വരും. ജനങ്ങൾ ആ രീതിയിലേക്ക് ഞങ്ങളുടെ കയ്യിൽ അധികാരം തരും എന്ന് തന്നെയാണ് ഉദ്ധവ് താക്കറെ കൃത്യമായി പറഞ്ഞിരുന്നത്. ഇപ്പോൾ അജിത് പവാറിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നോക്കുമ്പോൾ വളരെ ദയനീയത തോന്നുന്നു എന്ന് തന്നെയാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നത്. കാരണം സ്വന്തം സ്വത്വം തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ പയറ്റുന്നത്, നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം പോലെ. പക്ഷേ അതൊന്നും അവസാന ലാപ്പിൽ അദ്ദേഹത്തിനെ സഹായിക്കില്ല എന്ന് തന്നെയാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നത്. ഉദ്ധവ് താക്കറെ മന്ത്രിസഭയിലും അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായിരുന്നു. മഹാവികാസ് അഘാടി സഖ്യത്തിനെ പൊളിച്ചെടുക്കാൻ BJP നടത്തിയ ഓപ്പറേഷൻ താമരയാണ് ഹിമന്ത ബിശ്വ ശർമ്മ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളുടെ ട്രബിൾ ഷൂട്ടിംഗ് മെത്തേഡിലൂടെ BJP നേടിയെടുത്തത്. താൽക്കാലികമായി നേടിയെടുത്ത ഭരണമാണെന്നും എക്കാലവും അത് നിലനിൽക്കില്ല എന്നും വ്യക്തമാകുമെന്നും 2024 നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനുവേണ്ടിയുള്ള വഴി ഒരുക്കുമെന്നും ഉദ്ധവ് താക്കറെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. കോൺഗ്രസും അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെ വിഭാഗവും ശരത് പവാർ വിഭാഗവും തമ്മിലുള്ള സീറ്റ് ഷെയറിംഗ് വളരെ സുഗമമായിരുന്നു മഹാരാഷ്ട്രയിൽ നടന്നത്. മറ്റേത് മുന്നണിയേക്കാളും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കെട്ടുറപ്പ് അവർക്കിടയിൽ രൂപപ്പെട്ടത് തന്നെ മറാത്തികൾക്ക് നന്നേ ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്.